ഞാനിത് ആദ്യം ഇങ്ങനെ കയറി നിന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മലയാള സിനിമ പറപറാഞ്ഞ് പോരും അദ്ദേഹത്തിൻ്റെ പടം. പിന്നെ അപ്പോൾ പെട്ടെന്ന് അത് മുഖത്ത് ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തിലാണ് സംസാരിക്കാനുള്ളത്. ജനുവേട്ടൻ ഈ പറഞ്ഞ വെളുത്ത് തുടുത്ത് സുന്ദരനായിരിക്കുന്നൊരു കക്ഷിയാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞോണ്ട് സിൽക്ക് ജൂബയൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നിന്നാലേ അയ്യോ ഒരു രക്ഷയില്ല പുള്ളി. ചില നടന്മാരോടൊപ്പം നിൽക്കുമ്പോൾ ടെൻഷൻ വരും, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതൊരു സീരിയൽ മധുസാറിൻ്റെ കൂടെ കൂട്ടുകുടുംബം അമ്പോ കൂട്ടുകുടുംബം എന്ന് പറയുന്ന സീരിയലിൽ എൻ്റെ വല്യച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. വല്യമ്മയായിട്ട് അഭിനയിക്കുന്നത് മല്ലിയ ചേച്ചി. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് കൃഷ്ണേട്ടനാണ് എഴുതുന്നത്, രാധാകൃഷ്ണൻ മംഗലത്താണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയണത് മധുസാർ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ എതിരെ വന്ന് നിന്നിട്ട് വലിയ എന്ത് വൃത്തിയോടാണ് കാണിക്കുന്നത്, ചോറ് കൊണ്ട് പോണ്ടേ. അപ്പോൾ സജഷൻ ഷോട്ടാണ് വച്ചിരിക്കുന്നത്. ഞാൻ നേരെ ആ ഫ്രെയിമിലേക്ക് എൻ്റർ ചെയ്ത് സാറിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കൈ ചൂണ്ടി പറയണം എന്ന് പ്രത്യേകിച്ചുണ്ട്. നീ പോടാ ചെറുക്ക, അതൊക്കെ എനിക്കറിയാം എന്നൊക്കെയാണ് സാർ. ഞാനിത് ആദ്യം ഇങ്ങനെ കയറി നിന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മലയാള സിനിമ പറപറാഞ്ഞ് പോരും അദ്ദേഹത്തിൻ്റെ പടം. പിന്നെ അപ്പോൾ പെട്ടെന്ന് അത് മുഖത്ത് ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തിലാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഞാൻ സാറിന് മനസ്സിലായി ഞാൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ സാർ കുഴപ്പമില്ല പറഞ്ഞോ, അഭിനയമല്ലേ എന്താണ്. നമുക്ക് ഞാനും മരിച്ചു മോഹൻലാൽ, മോനിച്ചേട്ടൻ, ബിന്ദു പണിക്കർ, ഒത്തിരി പേരുണ്ടായിരുന്നു. കലച്ചേച്ചി, കലാരഞ്ജനി, ഒത്തിരി പേരുണ്ടായിരുന്നു. രഞ്ജിത്ത് ചെങ്ങമനാട്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ സാറ് സെറ്റിൽ വരുമ്പോൾ സാർ 10 മണിക്ക് വരും. സാറ് സെറ്റിൽ വരുമ്പോൾ നമ്മളൊക്കെ ഞാനും ബിന്ദു പണിക്കർ, മോനിച്ചേട്ടൻ, രഞ്ജിത്ത് ചെങ്ങമനാട്, ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൂടിയിരുന്ന് ഈ പറഞ്ഞ പോലെ ഈ കോമഡിയൊക്കെ പറഞ്ഞ് തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സാറ് വന്നറിയും പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ വന്നതല്ല. പിന്നെ മിണ്ടത്തില്ല. പിന്നെ വേണ്ട പുള്ളി തമാശകളൊന്നും പങ്കെടുക്കത്തില്ല. വലിയ രസം. ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും അപ്പുറത്തോട്ട് ഇരിക്കുമ്പോൾ സാറ് വീണ്ടും വരുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ സാറഞ്ഞ് വരും. സാറഞ്ഞ് വന്നിട്ട് പറ ഞാനും കൂടെ കേൾക്കട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനി. കാര്യം നമ്മളെക്കാളും ഭയങ്കര വൈബാണ് സാറ്. സാർ അവിടെ വരുമ്പോൾ ഈ അംബാസഡർ കാറിലായിരുന്നു വരും. അന്ന് പുളിയറക്കോണത്ത് പഴയ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ അവിടെ കുറച്ച് വസ്തുണ്ട് സാറിന് എപ്പോഴും. അപ്പോൾ വരണ വരവിൽ എന്ത് ചെയ്തിട്ട് ഈ ചക്ക ഇതൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ പയ്യന്മാരുടെ വൈകുന്നേരം അത് ചക്ക പുഴുങ്ങി ചമ്മന്തിയൊക്കെ അരച്ച് തരാൻ പറയും. സാറ് പിന്നെ ഭയങ്കര കാണുന്നല്ലേ. അയ്യോ സാർ എന്തൊരു വൈബാണെന്ന്. നമ്മളൊക്കെ പറയണേക്കാൾ വേറൊരു ലെവലിലാണ് സാറ് പറയുന്നത്. അത് ഡയലോഗ് പറഞ്ഞു ഒപ്പിച്ചായിരുന്നു. പിന്നെ അത് പറഞ്ഞു, അത് സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, ജീവിതമല്ലല്ലോ സിനിമയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അത് മാത്രമേ ഈ ഒരു പേടി വന്നിട്ടുള്ളൂ അല്ലേ? വേറെ അങ്ങനെ അല്ലാതെ പിന്നെ പേടി ജനാർദ്ദന ചേട്ടൻ. ജനാർദ്ദന ചേട്ടൻ ഈ സിനിമ ഉലകം ചുറ്റുമല്ല, നമ്മുടെ നാടോടി മണ്ണ് ദിലീപേട്ടൻ്റെ ജനാർദ്ദന ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു എടുപ്പ് വന്ന് നിൽക്കുമ്പോഴേ പുള്ളിയുടെയൊക്കെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഭീകരമാണ്. ഒരു ഓറ ഉള്ള ഒരു കക്ഷികളാണ് ഈ പറഞ്ഞ ആളുകളല്ല. സാറ്, ജനാർദ്ദന ചേട്ടൻ പിന്നെ ഭയങ്കര കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മളുടെ അപ്പോൾ എൻ്റെ പറഞ്ഞു ആരാണ് മുമ്പിൽ നിൽക്കുന്നത്, ഡയറക്ടർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കരുത്, നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചെയ്യണം. പിന്നെ ഇൻജവഹർ കോളനി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്നല്ല പണ്ട് അമൃത ടി വിയിൽ ആദ്യത്തെ രാജേഷ് പിള്ള, നമ്മുടെ ട്രാഫിക് ചെയ്ത രാജേഷ് പിള്ളയുടെ ആ സീരിയൽ സാറ് എറണാകുളത്ത് നിന്ന് അല്ല ഈ ജനുവേട്ടൻ എറണാകുളത്ത് വരുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം എറണാകുളത്ത് ഷൂട്ടുണ്ടെങ്കിൽ ജനുവേട്ടൻ്റെ ഒരു കോളീസ് ഉണ്ട്. രാത്രി വരുന്നുണ്ടോ കിഷോർ ഇന്ന് വരുന്നുണ്ടോ എന്നെ ചോദിക്കും. ഞാൻ പറഞ്ഞ ഞാനും ഉണ്ട് ജനേട്ടൻ. ഞാൻ ബാക്കിലിരിക്കുന്നു, പുള്ളി ഫ്രണ്ടിലിരിക്കുന്നു സ്ഥിരം. പിന്നെ ഇവിടെ വരുമ്പോൾ പുള്ളി ചമ്പാവരി ചോറും അവിയലും പുള്ളിക്ക് മസ്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും അവിയലുണ്ടാക്കൂല, ആഴ്ചയിൽ 2-3 ദിവസമേ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഡെയിലി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പാർട്ടി അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുണ്ടാക്കും. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് വരുമ്പോൾ വിളിച്ചിട്ട് അവിയലും ചമ്പാവരി ചോറും മസ്റ്റാണ്. പുള്ളിക്ക് വേണ്ടി മാത്രം അതുകൊണ്ട് കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അടുത്ത് അത് ഡ്രൈവർ ആരെങ്കിലും വരും. അങ്ങനെയൊക്കെയുള്ളൊരു വലിയ ബന്ധമുള്ള ജനുവേട്ടനും അതാണ്. ജനുവേട്ടൻ ഈ പറഞ്ഞ വെളുത്ത് തുടുത്ത് സുന്ദരനായിരിക്കുന്നൊരു കക്ഷിയാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ സിൽക്ക് ജൂബയൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നിന്നാലേ അയ്യോ ഒരു രക്ഷയില്ല പുള്ളി. അങ്ങനത്തെ അത് ഇൻഡോർ കൂടെ ആണെങ്കിലേ ഏതെങ്കിലും വീടിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിൽ ദിലീപേട്ടൻ ചിലപ്പോൾ ദിലീപേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഈ കളർ എനിക്ക് തന്നാലെന്താ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ സെറ്റിൽ വെച്ച്. ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടൻ, ദിലീപേട്ടൻ, ജയസൂര്യ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്ന നടന്മാരോടൊപ്പം അഭിനയിക്കാനുള്ള ഒരുപാട് അവസരം. ജയറാമേട്ടൻ്റെ കൂടെ ഉലകം ചുറ്റും വാലിബല് ജയറാമേട്ടൻ ഡബിളാണ്. അതിൽ കള്ളനും പോലീസ്, അതിൽ പോലീസിൻ്റെ കൂടെയുള്ള
ആ വീട്ടിലെ ജോലിക്കാരനായിട്ടാണ് ഞാൻ ചെയ്തത്. ജയറാമേട്ടനും ഇതുപോലെ തന്നെയാണ്. ജയറാമേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവാണ്. നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ പിന്നെ ഇതാരാ ചെയ്യുന്നത് എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ അപ്പോൾ പറഞ്ഞ് ഇന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് പേര് പറഞ്ഞാൽ പുള്ളിക്ക് പിടികിട്ടില്ല. പുള്ളിക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇത് ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞ അന്ന് നമ്മുടെ രാജ്ബാബു എന്ന് ചേർത്തല എന്ന് പറഞ്ഞിട്ട് പഴയ അസോസിയേറ്റ് ചെസ്സൊക്കെ അതെ, അദ്ദേഹമാണ് ഉലകം ചുറ്റും വാലി വേണം. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ കിഷോർ എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ ആളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമസ്കാരം. ഓക്കെ പേര് പറഞ്ഞവർ ഈ പെട്ടെന്ന് പിന്നെ പുള്ളി നമ്മളത് ചെയ്യുമെന്ന് അറിയുമ്പോഴുണ്ടല്ലോ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പം അതിനൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ ദിലീപേട്ടനോടൊക്കെ നല്ല ദിലീപേട്ടൻ പിന്നെ വേറൊരു ദിലീപേട്ടൻ ആദ്യമേ നമ്മളങ്ങ് കൂട്ടായിട്ട് പിന്നെ സാധനം പിന്നെ അങ്ങനെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞളിയൻ അശോചേട്ടൻ, ഹരിശ്രീ അശോചേട്ടൻ ആ പൊള്ളാച്ചിയിൽ ഒരു പാറയിലായിരുന്നു. എൻ്റെ അമ്മയെ കത്തിക്കരിഞ്ഞ് ഒത്തറ ചൂടായിരുന്നു. ഞാനും അശോചേട്ടനായിരുന്നു അതിൻ്റെ കാമ്പര. ഞാൻ അശോചേട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ, ജയന്, കലച്ചേച്ചി, ബിന്ദു ചേച്ചി, തെസ്നി, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള അത് ഭയങ്കര രസമുള്ള ശരിക്കും അങ്ങനെയുള്ള ഗ്യാങ്ങിലേക്ക് ചെല്ലുന്നത് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. അത് നമ്മൾ ജോലി ചെയ്യുന്നതായിട്ടൊന്ന് തോന്നുന്നു. ഒരു ടൂർ പോലെ. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ബഹളവും ചിരിയും കളിയും. പിന്നെ രാജേട്ടനൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്പേസിൽ ജഗദീഷ് ചേട്ടൻ, രാജേട്ടനൊക്കെ എപ്പോഴും ജോളിയായിരിക്കാൻ ആഗ്രഹിക്കുകയും കൂടെ ഇരിക്കുന്നവരെ ജോളിയാക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ എന്തെങ്കിലും പാചകത്തിന് നല്ല താല്പര്യമുള്ള ആളാണ് കിഷോറേട്ടൻ അല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സെറ്റിലേക്ക് എന്തെങ്കിലും ആൾക്കാർ താല്പര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? പിന്നെ പണ്ട് എനിക്കിപ്പോഴും പണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മ നല്ല കുക്കാണ്. അമ്മയും ചേച്ചിമാരും എൻ്റെ വൈഫും ഒക്കെ നന്നായിട്ട് പാചകം. അപ്പോൾ അമ്മ അവിടെ നിന്ന് നല്ല ഉണക്കമീൻ കറിയും ചോറും എല്ലാം കൂടെ പൊതിഞ്ഞ് ചമ്മന്തി എല്ലാം കൂടെ കൊണ്ടുപോയി. ഇത് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഇതെല്ലാവരും കൂടെ അവിടെ ഇരിക്കണവന്മാരെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് എനിക്ക് പുറത്ത് ഭക്ഷണത്തിനുള്ള പൈസ തരും. അപ്പോൾ നമ്മൾ പലപ്പോഴും പണ്ട് ഈ ആര്യനാടെന്ന് പറഞ്ഞാൽ ഉഴമലക്കലാണ് എൻ്റെ വീട്. ഉഴമലക്കൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ള ആര്യനാട്. ആര്യനാട് ഭയങ്കര ഫേമസ് ആണ്. കോഴിത്തോരൻ എന്ന് പറയുന്നത്, നാടൻ കോഴി തോരൻ വയ്ക്കും. അങ്ങനെ ഒരു ദിവസം നമ്മൾ തിരുടി എന്ന് പറയുന്നൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും. രാജേട്ടൻ പോലീസും കള്ളനുമാണ്, കൽപ്പന ചേച്ചി പാവം. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞങ്ങൾ ഇതവിടെ നിന്ന് ഏട്ടണ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് നമ്മൾ സെറ്റിൽ നമുക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രാജേഷ് ചേട്ടൻ ഒരു 3-3:30 ഒരു 4 മണി സമയമൊക്കെ എന്നെ ഫ്രീ ആക്കും. എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് കപ്പയും വാങ്ങിച്ച് കടുക് താളിച്ച് അതിൽ പിന്നെ കാന്താരി ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ഫുൾ അതായിരിക്കും. മധുസാറൊക്കെ ഉണ്ടാക്കി. മധുസാർ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിയുള്ളൂ. എൻ്റെ പറഞ്ഞു അപ്പോൾ ഇനി എല്ലാ ദിവസവും ഇത് മതി, അല്ലാതെ എണ്ണ പലഹാരങ്ങളൊന്നും വേണ്ട. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി അങ്ങനെയാണ് ചക്ക കൊണ്ടുവരണം. പുള്ളിയുടെ പറമ്പിൽ പോയി ഉച്ചയ്ക്ക് അവിടെ ഡ്രൈവർ ഇരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്ന് പറയും. അങ്ങനെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഞാൻ ഒരു പുള്ളി ഭയങ്കര തമാശയ്ക്കൊരു സാധനം, ഞാൻ ഒരു വാഴയുടെ കൈ വെറുതെ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്നപ്പം പുള്ളി ഒന്ന് ചോദിക്കുകയാണ്, ഇന്ന് വൈകുന്നേരം വാഴ പുഴുങ്ങിയതാണോ? എന്നിട്ട് പുള്ളി അടുത്തേക്ക് അതെന്ത് സാർ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ കിഷോറിൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കരുത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കളയുമെന്ന് പറയും. പുള്ളി സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധപ്പെട്ട ഈ അതുപോലെ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് രാജേട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ. രാജേട്ടൻ 1:30 മണിക്ക് പിന്നെ ലഞ്ച് കഴിച്ചിരിക്കും. ഇനി ആകാശം ഇടിഞ്ഞ് വീഴുന്നെന്ന് പറഞ്ഞാലും ശരി തന്നെ. അതുമല്ല ഒരു സിനിമാ മേഖലയിൽ ഈ ഭക്ഷണത്തിൻ്റെ സോഷ്യലിസം കൊണ്ടുവന്നത് രാജേട്ടനാണ് എല്ലാവർക്കും. അതായത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒറ്റ മെനു, ലൈറ്റ് ബോയ് വരെ അല്ലേ? ലൈറ്റ് ബോയ് മുതൽ അല്ലെങ്കിൽ നല്ല ഫുഡ്. അത് രാജേട്ടൻ്റെ ഭയങ്കര നിർബന്ധമാണ്. അത് ഇടയ്ക്ക് വരും പറയായി നമ്മൾ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഈ കിടന്ന് കഷ്ടപ്പെടണം എന്തിനാണ്, ബാക്കി വിചാരിച്ച് വല്ലതും തിന്നാൻ വേണ്ടി. അപ്പോൾ അതാദ്യം എല്ലാവർക്കും ഒരുപോലെ അത് രാജേട്ടനാണ്.